ചേട്ടാ ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല ഈ കുരങ്ങനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല. ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥയായി. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നും അല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണിത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനാണോ ഓർമ്മ വരുന്നത്? അച്ഛ അതെന്താ? അച്ഛൻ 4 പെഗ് അടിച്ചു കഴിഞ്ഞാ വീട്ടിന്റെ തിണ്ണേ കരുതാ ഈ ഇരിപ്പാണ് അച്ഛ. അല്ല ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നേ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അയ്യോ, ആണോ? എന്ത് സംശയം ഉണ്ടോ? അല്ല സംശയം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്. ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. വരും, വാ കാണിച്ചു തരാം. സൂക്ഷിച്ചു വേണം വരാൻ. എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ നിനക്കും ഭ്രാന്തായോ? ഒരു കൊരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളവും കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കുവോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. അയ്യോ കൊരങ്ങ് പിടിച്ചു, കൊരങ്ങ്! അയ്യോ കൊരങ്ങ്! അയ്യോ എന്തു പറ്റിയടാ? അയ്യോ, ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. അയ്യോ ഇച്ചിരി വെള്ളം. കുടിക്കരുത്, സൾഫൂരിക് ആസിഡാ. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ, അവിടെ വേറെ എന്തിനൊക്കെ തല്ലിക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ വാ. സർ, സുധീന്ദ്രന്റെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും പോസിറ്റീവാണ്. ഓക്കെ, ബ്ലഡ് റിപ്പോർട്ട്? സർ, ഇനിഷ്യൽ ഫൈൻഡിങ്സിൽ ഹീമോഗ്ലോബിൻ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് റിപ്പോർട്ടിൽ ക്ലിയർ ആണ് സർ. ഓക്കെ, സർ, ECG എടുക്കുമ്പോൾ പുള്ളി അല്പം ആങ്ഷ്യസ് ആയിരുന്നു. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അഭിനന്ദ്, ആ പ്രണോയുടെ മെയിലിൽ ചില സജഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു സർ. ബൈ ടുഡേ ഈവനിങ് ഐ വിൽ സബ്മിറ്റ് യു ദ റിസൾട്ട്സ്. ഓക്കെ. എടാ നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ടുതന്ന സെറ്റപ്പാടാ ഇത്. AC റൂം, സുഖഭക്ഷണം. ഇനിയിപ്പോ പരീക്ഷണം നിന്നിൽ വിജയിച്ചില്ലെങ്കിലും എന്നെ പരീക്ഷിച്ചോളാൻ പറ. ഞാനൊരു 10-15 വർഷം ഇവിടെ കിടന്നോളാം. നമുക്കൊന്ന് സുഖിക്കണോടാ. എടുത്തോളൂ. ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും 2 തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈനിൽ കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 kV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശകുന്തളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം. എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. നീ പോ, ചോദിക്കണ ചിലപ്പോ കിട്ടും. അത് ചോദിക്കേ. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം, സോറിയേ. പറയൂ. ഇവന് അല്ല, അണ്ണൻ വിചാരിച്ച നടക്കില്ലേ? ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേടാ. മതി ശകുന്തളെ, ഇന്ന് മുതൽ ഇവന് കടുക്ക വെള്ളം കൊടുത്താൽ മതി. അയ്യോ എടാ, അത് വേണം. സുധി, ഡോക്ടർ, എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് പോസിറ്റീവാണ്. ഞാനിനി ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഈശ്വര, മെഡിക്കൽ സയൻസിന് ഉണ്ടാകാൻ പോകുന്ന പല മാറ്റങ്ങളുടെയും തുടക്കം നമ്മുടെ വിജയത്തിൽ നിന്ന്. ഈ ചരിത്ര മുഹൂർത്തം നമുക്കൊരാഘോഷമാക്കണ്ടേ? ചിരിക്കടാ. ചിരി വരുന്നില്ല. എടാ, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയി 2 അടിക്കാൻ തോന്നുന്നു. സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട്. എന്താ പെർഫോമൻസ്. അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്. ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഒരെണ്ണം സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ, പുഷ്പാണ്ണനോട് പറഞ്ഞാൽ സംഘടിപ്പിക്കാൻ പറ്റൂടാ. ഉറപ്പാണോ? നീ ചോദിച്ചാൽ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി? ഓക്കെ, നീ ചോദിക്കണം. അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ശകുന്തളെ, കേറി അകത്ത് പോ. അയ്യോ, അവരുടെ കാര്യമല്ല, ഇത് വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു. ഡോക്ടർ അറിയരുത്.
പുഷ്പേട്ടൻ വെള്ളമടിക്കൂ? പിന്നെ ഞാൻ വെള്ളം അടിക്കും. അയ്യോ, വെള്ളമടിക്കൂ? ഞാൻ മാത്രമല്ല, ഡോക്ടറും വെള്ളം അടിക്കും. പിന്നെ ബാക്കിയുള്ള 3 ഡോക്ടറില്ലേ, അവരും വെള്ളം അടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളം അടിക്കും. രക്ഷപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലടാ അവള് സെറ്റപ്പ് ആണ്. എന്ത്, നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. എങ്കിൽ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം അടിക്കും. അതുകൊണ്ടാ, അതാണ് വെള്ളം അടിക്കാനുള്ള സ്വിച്ച്. വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്. മതി മതി, ഒരു 30 രൂപ തരില്ല. നീ ആയിരുന്നോ? ഇതെന്തിനാടാ ഇത്രയും പങ്കെടുത്ത് വെച്ചേക്കുന്നത്? ആരോടും പറയല്ലേ, ഇതെല്ലാം ഇവിടെ ഫ്രീയാ. നമുക്കിത് ചെറിയൊരു കുപ്പിൽ ഒഴിച്ചുകൊണ്ട് പോയി പുറത്തിറക്കി ബ്ലാക്കിൽ വിൽക്കാടാ. ഇത് ഡോക്ടർ അറിഞ്ഞാൽ വളരെ മോശമാണ്. നീ ഒന്ന് പോയവിടുന്ന്. ഡോക്ടർ, നീ ഇതൊന്ന് മതിയാക്കിയേ. നീ ഒന്നും മിണ്ടാതിരിടാ, ഇവിടെ ബിസിനസ് നടക്കുമ്പോഴോ. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരെന്നും എൻ്റെ ഒരു സന്തോഷത്തിൽ എന്നോടൊപ്പം പങ്കുചേരുമെന്നും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളെ മാത്രമാണ് ഇന്നത്തെ ഈ പ്രൈവറ്റ് ഗെറ്റ് ടുഗദറിന് ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ പാർട്ടിയെന്ന് ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സുധി, എന്നെ വിളിക്കുന്ന ചെല്ല. 1 സെക്കൻഡ് പ്ലീസ് കം. ഞാൻ ആ ഗർഭം ധരിക്കാൻ പോകുന്ന ആളെന്നൊക്കെ വിളിച്ച് പറയൂ. പറഞ്ഞാൽ എന്തോന്ന്, എല്ലാവരും അടിച്ച് നല്ല സെറ്റല്ലേ. നീ ധൈര്യമായിട്ട് ചെല്ലടാ, ചെല്ല്. ഒരു 30 രൂപ വരൂ. ഇത് സുധീന്ദ്രൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എൻ്റെ പരീക്ഷണത്തിന് പങ്കാളിയായവൻ. ദീർഘകാലമായുള്ള എൻ്റെ മോഹം സുധീന്ദ്രനാണ് സഫലീകരിച്ചത്. എല്ലാവരോടുമായി ഞാൻ ആ സന്തോഷ വർത്തമാനം പങ്കുവെക്കട്ടെ. ഹി ഈസ് pregnant. Yes, you are pregnant. അമ്മേ, ഈശ്വര, എനിക്ക് തല കറങ്ങുന്നു.